ഇന്നിവിടെ വന്ന് ഈ ഉടമ്പടി പറയാൻ പ്രാപ്തിയാക്കിയ മാതാവിനോടും കർത്താവിനോടും ഞാൻ 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ പേര് ജസിൻ, ഞാനൊരു ഡോക്ടറാണ്. ഞാൻ എൻ്റെ MBBS പഠനം പൂർത്തിയാക്കിയത് യുക്രൈനിൽ നിന്നാണ്. എൻ്റെ ഫൈനൽ ഇയർ സമയത്താണ് അവിടെ യുദ്ധം നടന്നത്. യുദ്ധം കാരണത്താൽ എനിക്ക് അവസാനത്തെ എൻ്റെ കുറച്ച് നാളുകൾ എനിക്ക് നാട്ടിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നത്. അതിനെ തുടർന്ന് എനിക്ക് ഇവിടെ വന്ന് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്, അതായത് ഞാൻ പുറത്തുനിന്ന് പഠിച്ച് വന്നതുകൊണ്ട് ഇന്ത്യയിൽ എനിക്ക് ലൈസൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എനിക്കിവിടെ ഒരു എക്സാം എഴുതേണ്ടി വന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ എക്സാം ഞാൻ അധികം ബുദ്ധിമുട്ടില്ലാണ്ട് പാസ്സാവുകയും ഇന്ത്യയിലെ തന്നെ ടോപ്പ് 10 റാങ്കിൽ ഉൾപ്പെടാൻ പെടുകയും ചെയ്തു. അങ്ങനെ എനിക്ക് മെറിറ്റിൽ ഡൽഹി മെഡിക്കൽ കൗൺസിൽ ഒരു സീറ്റ് എനിക്ക് വേണ്ടിയിട്ട് തന്നു. അതിനെ തുടർന്ന് ഇന്ത്യയിലെ ഗവൺമെൻറ് പുതിയൊരു നിയമം പാസ്സാക്കുകയും യുക്രൈനിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടികൾക്ക് 2 വർഷം ഹൗസ് സർജൻസി ചെയ്യണമെന്നുള്ളൊരു നിയമം പുറത്തുവിട്ടു. 1 വർഷം കംപ്ലീറ്റ് ചെയ്തു. അതിനെ തുടർന്ന് നല്ലതായ ഒരു മാനസിക സ്ട്രെസ്സ് കാരണമായിരുന്നു. കാരണം 1 വർഷം ചെയ്തത് തന്നെ ഒന്നുകൂടെ ചെയ്യണം. ബാക്കി നമ്മുടെ കൂടെ ഉള്ള പഠിച്ചിറങ്ങിയ ആൾക്കാരെല്ലാം പഠിച്ചു, വയസ്സ് ഇത്രയായി. അപ്പോൾ അതിനെ തുടർന്നുള്ള നല്ലൊരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വിഷമിച്ചു. എൻ്റെ അമ്മയും അച്ഛൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് പറഞ്ഞു. എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് 1, 2024 കൃപാസനം മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു. ഉടമ്പടി പ്രകാരം എൻ്റെ അമ്മ എന്നും എനിക്ക് വേണ്ടിയിട്ട് രാവിലെയും വൈകിട്ടും, അതോടൊപ്പം തന്നെ എനിക്കമ്മ വാട്സപ്പിൽ അയക്കുമായിരുന്നു ഫോട്ടോ പ്രാർത്ഥനയുടെ. അപ്പം ഞാനും അമ്മയും മാറി മാറി വീട്ടിലും ഡൽഹിയിലുമായിട്ട് രാവിലെയും വൈകിട്ടും മാതാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് തിരികൾ കത്തിച്ചു. പാവപ്പെട്ടവരെ ഞങ്ങളാൽ കഴിയുന്നതാൽ പാവപ്പെട്ടവരെ ഞങ്ങൾ സഹായിക്കുകയും മാതാവിനോട് ഡെയിലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ അനുഗ്രഹീത ബലത്താൽ ഒക്ടോബർ 16 എനിക്ക് എൻ്റെ പെർമനൻറ്റ് രജിസ്ട്രേഷൻ ലൈസൻസ് ലഭിക്കുകയും അതിനെ തുടർന്ന് എനിക്ക് നല്ലൊരു സ്ഥാപനത്തിൽ നല്ലൊരു ജോലി കിട്ടുകയും ചെയ്തു. എല്ലാവരും പറഞ്ഞു നടക്കത്തില്ല, 2 വർഷം ചെയ്യേണ്ടി വരും, ഒരു കാരണവശാലും നടക്കത്തില്ല എന്ന് മുദ്ര കുത്തിക്കളഞ്ഞൊരു കാര്യമായിരുന്നു. 1 വർഷത്താൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കിത് കിട്ടി. അപ്പോൾ തുടർന്നുള്ള കാര്യങ്ങളും മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ കൃപാസനം മാതാവിനോടും എൻ്റെ അമ്മയോടും അച്ഛനോടും എല്ലാവരോടും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ എന്നും എൻ്റെ മാതാവിന് കടപ്പെട്ടുള്ളതായിരിക്കും. താങ്ക് യു. പുറപ്പാടിൻ്റെ പുസ്തകം 34:10. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തിലൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിന് മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, ഡോക്ടർ ജോസിൻ എന്ന ഈ മകൾ വിദേശത്ത് യുക്രൈനിൽ MBBS പഠിക്കുകയും അവിടെ ഉണ്ടായ ആ യുദ്ധകാലത്ത് പഠനം അവിടെ പൂർണ്ണമാക്കുവാൻ സാധിക്കാതെ നാട്ടിലേക്ക് വരികയും പിന്നെ ഇന്ത്യ ഗവൺമെൻറ് പ്രത്യേക നിയമത്തിലൂടെ ഇവരുടെ പഠനം പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തതും നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ മകളുടെ പഠനം പൂർത്തീകരിക്കുന്ന കാലയളവിൽ ഇവർക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയ ഒരു പ്രത്യേക നിബന്ധനയായിരുന്നു 2 വർഷം ഇവർ ഹൗസ് സർജൻസി ചെയ്യണമെന്നത്. ഉക്രൈനിൽ കുറേ കഷ്ടപ്പെട്ട് വളരെ അരക്ഷിതമായ സാഹചര്യത്തിൽ പഠിക്കുകയും വർഷങ്ങളോളം അവിടെ ജീവിക്കുകയും ചെയ്ത മക്കളാണ്. ഇവിടെ വരുമ്പോൾ ഇവർക്ക് വീണ്ടും ഇത് വലിയൊരു പ്രയാസമായി തീർന്നു. പ്രത്യേകിച്ച് മകൾ പറയുന്നുണ്ട്, വിദേശത്ത് പഠിച്ചവർ നാട്ടിൽ വന്ന തത്തുല്യ പരീക്ഷ എഴുതുമ്പോൾ അതിൽ 10ാം റാങ്കോടുകൂടി മകളത് പാസ്സായെന്ന്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മകളാണ്. എങ്കിലും ഈ നിയമം ഏറെ ക്ലേശകരമായി കാര്യങ്ങൾ മാറ്റുകയും ചെയ്തു. അപ്പോഴാണ് കുടുംബം അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും മകളുടെ ഈ വൈഷമ്യമുള്ള അവസ്ഥയിൽ അവിടെ തന്നെ സാക്ഷ്യകൂടാരത്തിൽ പറയുന്നുണ്ട്, ജീവിതം തന്നെ കൈവിട്ടു പോകുന്നോ, എല്ലാ കാര്യങ്ങളും അസ്തമിക്കുകയാണോ, എല്ലാം ഇരുട്ട് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആകെ വിഷാദാവസ്ഥയിലേക്കൊക്കെ ജീവിതം പോയിക്കൊണ്ടിരുന്ന നാളുകളിലാണ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ ഇടയ്ക്ക് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നു, മക്കൾ തിരികെ പോയി, ആ യുദ്ധകാലത്ത് തന്നെ തിരികെ പോയി അവിടെ പൂർത്തിയാക്കേണ്ടിയിരുന്ന കുറച്ച് ദിവസങ്ങളുടെ ക്ലാസ് പൂർത്തിയാക്കി കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് ഡൽഹിയിൽ സമർപ്പിക്കുന്നു. ഡൽഹിയിലെ മെഡിക്കൽ കൗൺസിൽ ഡൽഹിയിൽ മാത്രം അത് ആ സമയത്ത് ഉക്രൈനിൽ നിന്ന് അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് നിന്ന് വന്ന ഈ ഹൗസ് സർജറി ചെയ്തവരുടെ അവിടെ കോമ്പൻസേഷൻ പൂർത്തീകരിച്ച എല്ലാവർക്കും 2 വർഷം വേണ്ട, 1 വർഷം മതി എന്ന തീരുമാനമെടുത്തുകൊണ്ട് മകളുടെ ഹൗസ് സർജൻസി കാലയളവ് 1 വർഷമായി ചുരുക്കി കൊടുത്തു.
അത് കേവലം 5-6 ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഉടമ്പടി എടുത്ത് 5-6 ദിവസം കഴിയുമ്പോഴാണ് ഇവർ അറിയുന്നത് ഈ കൊടുക്കുന്ന പേപ്പർ അവർ അംഗീകരിക്കുന്നു. ഒരിക്കലും ആരും ഒന്നും കരുതി കൊടുത്തതല്ല. അംഗീകരിക്കപ്പെടും, സ്വീകരിക്കപ്പെടും, സമയം ചുരുക്കപ്പെടും, ഒന്നൊന്നും കരുതി കൊടുത്തതല്ല. എങ്കിലും മകൾ പറയുന്നുണ്ട്, പൂർണ്ണമായിട്ട് അമ്മ ഉടമ്പടിയെടുത്ത ദിവസം മുതൽ അമ്മയോടൊപ്പം ചേർന്ന് ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും കൃപാസന മാതാവിനെ മാത്രം ആശ്രയിക്കുകയും ചെയ്തു. മറ്റൊരു വഴിയും എനിക്കറിയില്ലായിരുന്നു, മറ്റൊരു വാതിലിലും മുട്ടാൻ എനിക്കില്ലായിരുന്നു. അങ്ങനെ മകൾ അതുകൊണ്ടാണ് അവസാനം പറയുന്നത്, എനിക്ക് ലഭിച്ച ഈ അനുഗ്രഹം കൃപാസന മാതാവിന് അവകാശപ്പെട്ടതാണ്, അമ്മ മാതാവ് നൽകിയതാണെന്ന്. പ്രിയമുള്ളവരെ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, നമ്മൾ ഇന്ന് 2 സാക്ഷ്യങ്ങൾ അടുപ്പിച്ച് കേൾക്കുകയാണ്. രാജ്യത്തിൻ്റെ നിയമങ്ങൾ മാറ്റിയെഴുതിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന. ഒന്ന് വിദേശത്തായിരുന്നുവെങ്കിൽ രണ്ടാമത്തത് സ്വദേശത്താണ്. ഏറ്റവും ഗൗരവമുള്ള നിയമങ്ങൾ പോലും മാറ്റിയെഴുതിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ, നിലവിളിക്കുന്നവരുടെ, ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ അമ്മ മാതാവ് അനുഗ്രഹമായി തീരുന്ന സാഹചര്യമാണ് മക്കളിവിടെ ആവർത്തിച്ചിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മകൾക്ക് ലഭിച്ച ഈ പ്രത്യേക അനുഗ്രഹത്തിന് സമയം ചുരുക്കി ജീവിതത്തെ കൂടുതൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ഡോക്ടറെന്ന് ഏറെ ആഗ്രഹിച്ച് പഠിച്ച പ്രൊഫഷനിലേക്ക് എത്തിച്ചേരുവാൻ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തെ നന്ദിപൂർവം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.